അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞ ദിവസം KC അബ്ദുള്ളയുടെ ഉരുവട്ടൂർ ത്വരീഖത്തിൻ്റെ ഒരു പരിപാടി നടക്കുമ്പോൾ അബ്ദുള്ളയുടെ ഒരു മുരീദ് വന്നുകൊണ്ട് KC അബ്ദുള്ളയുടെ കാൽക്കൽ വീണുകൊണ്ട് ചുംബിക്കുകയും കാല് നക്കുകയും ഷൂ നക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പരിപാടി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളൊക്കെ കണ്ടു. പൊതുസമൂഹത്തിൽ അത് ചെയ്യുന്നത് വളരെ മോശമായി എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നൗഷാദ് ഒതുക്കുങ്ങൽ മശായിഖന്മാരാകുന്ന പണ്ഡിതന്മാരുടെ ഒക്കെ കയ്യും കാലുമൊക്കെ ചുംബിക്കാമെന്ന് മഹാന്മാരുടെ കിതാബുകളിൽ ഉണ്ട് എന്ന വ്യാഖ്യാനവുമായിട്ടായിരിക്കും വരിക. സ്വാഭാവികമായിട്ട് നൗഷാദിൻ്റെ മനഃശാസ്ത്ര പ്രകാരം ആ വ്യാഖ്യാനങ്ങളായിട്ടായിരിക്കും ഇനി അവൻ ഊരി ചുറ്റുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മഹാന്മാരാകുന്ന ആളുകളുടെ കാല് ചുംബിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെയാണ്. അയിമത്തിൻ്റെ കിതാബുകളിൽ അങ്ങനെ കാണാനും കഴിയും. പക്ഷേ KC അബ്ദുള്ള മഹാനല്ലല്ലേ, കാട്ടുകള്ളനല്ലേ. വയലത്തൂർ തങ്ങൾ പാപ്പ ഈ പറഞ്ഞ KC അബ്ദുള്ളയെ ചൂണ്ടിക്കൊണ്ട് കാട്ടുകള്ളനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടഭിപ്രായം ഇല്ലല്ലോ. അതാണ് അപ്പം അതിൻ്റെ ഒന്നാമത്തെ മറുപടി. ഇവർ മനസ്സിലാക്കിയതുപോലെ അങ്ങാടിയിലിരിക്കുന്ന സമയത്ത് ചെന്നിട്ട് കാൽക്കൽ വീണ് ചുംബിക്കണമെന്നോ പൊതുവേദിയിൽ വന്നിരിക്കുന്ന സമയത്ത് ചുംബിക്കണോ കാല് ചുംബിക്കണോ എന്നല്ല ആ പറഞ്ഞതിൻ്റെ താല്പര്യം. ബഹുമാനം, ആദരവ്, ഈ നിലക്ക് ഉള്ളൊരു ചുംബനം. ഇപ്പോൾ നമ്മളൊരു ഷെയ്ഖിനെ കാണാൻ പോയി, നമ്മളെ ഉസ്താദിനെ കാണാൻ പോയി, അല്ലെങ്കിൽ മാതാപിതാക്കളെ പോലും കാണാൻ പോയി. ആ സമയത്ത് മാതാപിതാക്കളോ ഉസ്താദുമാരോ മശായിഖന്മാരോ ഒക്കെ കട്ടിൽ നിങ്ങൾ ഇരിക്കുകയാണ്, അവരുടെ റൂമിൽ ആരുമില്ല, ആ റൂമിൽ അല്ലെങ്കിൽ ഖാദിമീങ്ങൾ മാത്രമേ ഉള്ളൂ വിചാരിച്ചോളി. ആ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ കാലൊന്ന് തബറുക്കിന് വേണ്ടി ഒന്ന് ചുംബിച്ചു. അത് തെറ്റില്ല എന്നാണ് ഈ പറഞ്ഞത്. അതല്ലാതെ പൊതുജനസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് യാതൊരു എളുപ്പമില്ലാതെ നടുറോട്ടമ്മ നാട്ടത്തേക്ക് എടുക്കണം എന്നല്ല ഈ പറഞ്ഞത്. ഈ ചങ്ങായി ചെയ്തത് പരസ്യമായി ചെയ്തത് തെറ്റാണ്. കാരണം എന്തുകൊണ്ട്? നടുറോട്ടിൽ വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ പൊതുവേദിയിൽ വന്നിട്ടാണ് ചെയ്യുന്നത്. മഹാന്മാരോടുള്ള ആദരവ് സൂചകമായും മഹാന്മാരുടെ കാല് ചുംബിക്കുന്നതിന് പോലും തെറ്റില്ല എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ചിന്തിക്കപ്പെടേണ്ട ഒരു സംഗതിയുണ്ട്. ഈ മഹാന്മാരുടെ കിതാബിൽ തന്നെ ഈ ഖബറ്, അതിൻ്റെ കറുത്ത കല്ല്, ആ മീസാൻ കല്ല്, അത് ചുംബിക്കലുമായി ബന്ധപ്പെട്ട് മഹാന്മാരുടെ കിതാബ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും. യുക്തദാബിഹിയായ അവലംബിക്കാൻ പറ്റുന്ന, അതായത് വലിയൊരു ആലിമ്, ആ ആലിമിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, അവർ ജാഹിലീങ്ങളാണ്, മതപരമായി വല്ലാതെ അറിവുള്ള ആളുകളല്ല, അത്തരം ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരിക്കലും തന്നെ ഈ ആലിമ് മീസാങ്കല്ല് പോലും മുത്തി മണക്കാൻ പാടില്ല, ചുംബിക്കാൻ പാടില്ല എന്നുള്ള. സ്വാഭാവികമായിട്ട് നമ്മൾ കബർദിയാലത്ത് എല്ലാം ഉണ്ടല്ലോ മീസാങ്കല്ലിനെ ചുംബിക്കരുത്, അതുപോലും പാടില്ല എന്ന് ഫിഖീൻ്റെ കിതാബ് കാണാൻ കഴിയും. അപ്പം ഈ ജാതി കാര്യങ്ങളൊക്കെയും നൗഷാദിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നൗഷാദിന് മറുപടി ഇങ്ങനെ ആയിരിക്കും. കിതാബൊന്നും പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്താൻ വരണ്ട. ഞങ്ങളെ മശായിഖന്മാർ അവരെ ഇഷ്ടത്തിൽ ജീവിക്കും. ഒരു കിതാബ് കൊണ്ടും അവരെ ചോദ്യം ചെയ്യാൻ ഒരു ജമാഅത്തുകാരനും ആയിട്ടില്ല. കിതാബ് വെച്ചിട്ട് വരണ്ട, ഞങ്ങൾ തോന്നിയതുപോലെ ജീവിക്കുന്നു. അതാണ് പ്രധാന പോയിന്റും. നിങ്ങൾ തോന്നിയതുപോലെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ എന്ത് തമ്മാടിത്തരം ചെയ്താലും ആ തമ്മാടിത്തരത്തിന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്ത ഈ സുജൂദുണ്ടല്ലോ, ഇത് ചുംബനമല്ല, സുജൂദ് തന്നെ. കാരണം എന്തുകൊണ്ട്? നിങ്ങൾ ചെയ്ത ഷെയ്ഖിൻ്റെ മുമ്പിൽ എന്നുള്ള നിൽക്കല്ല. കാരണം നിങ്ങൾ പറയുന്നത് ഷെയ്ഖും അള്ളാഹും അത് രണ്ടല്ല, ഒന്നാണ് എന്നാണ്. അള്ളാഹ്ക്ക് പകരം വന്ന ആളാണ് എന്നാണ്. അള്ളാഹു എന്നുള്ളത് തന്നെയാണ് ഈ സാധനം. അതിൻ്റെ ഗൈരിയത്ത് മാറി അയച്ച് മുമ്പ് നിന്റെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. കേട്ടോക്കാം. അൽ കുത്തുബും അള്ളയും, അള്ളാഹ്ക്കും തദ്ബീറുണ്ട്, അൽ കുത്തുബിനുണ്ട്. അള്ളാഹ് അൽ കുത്തുബ്, ഈ അൽ കുത്തുബ് എന്ന് പറയുന്ന മഹാൻ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ നവാഫിലും ഫറായിലൊക്കെ ചെയ്ത് മുന്നേറിയപ്പോ എന്താ ഗൈരിയത്ത്? ഗൈറ് അല്ല. ഗൈറ് പറഞ്ഞാൽ അള്ളാഹ് കുത്തുബ് രണ്ടുള്ളൂ. അപ്പൊ അള്ളാഹ് എന്നത് കുത്തുബിന്റെ ഗൈറ് അല്ല, കുത്തുബ് എന്ന് അള്ളാഹിന്റെ ഗൈറുമല്ല. ഗൈരിയത്ത് അതല്ലാത്തതാവുക എന്നത് നീങ്ങി. അപ്പോ അള്ളാഹുവിൻ്റെ മുമ്പിൽ കെടുക്കുന്നതും ഇവന്റെ മുമ്പിൽ കെടുക്കുന്നതും ഒരുപോലെയാണ്. ഇവിടെ ദൈവികത വരുന്നുണ്ട്. ഈ ദൈവികത ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ ചുംബനത്തിൻ്റെ സുജൂദിൻ്റെ രൂപമാണ് മാറി. തഅ്ളീമിൻ്റെ സുജൂദല്ല ഇബാദത്തിൻ്റെ ഈ സുജൂദ്.
നിങ്ങൾ ചെയ്യുന്ന സുജൂദ് ആരാധനയുടെ സുജൂദാണ്. ഇതിൻ്റെ അഭിപ്രായത്തിൽ ഷിർക്കാണ്. കാരണം എന്താ, നിങ്ങളെ ഷെയ്ഖിനാകുന്ന ദൈവമായിട്ടാണ്. ആദരവിൻ്റെ അതിലല്ല, ആരാധനയുടേതാണത്. കാരണം അള്ളാഹു എന്നും പിന്നെ അതുപോലെ ഷെയ്ഖ് എന്ന് പറയുന്നതും ആ ഗൈരിയത്ത് മാറിയിട്ട് അള്ള തന്നെയാണ് ഷെയ്ഖ്, ഷെയ്ഖ് തന്നെയാണ് അള്ളാഹ്, അള്ളാഹ്ക്ക് പകരം വന്ന ആളാണ് ഷെയ്ഖ്. ഇത് രണ്ടും ഒന്നാണ് എന്നാണ് എൻ്റെ മുരീദിനെ പഠിപ്പിച്ചത്. ആ വിശ്വാസത്തിൻ്റെ മനഃശാസ്ത്രം വെച്ചിട്ടാണ് ഇവൻ സുജൂദ് ചെയ്തത്. നാളെ പിറ്റേന്ന് കൂട്ടത്തോടു കൂടി സുജൂദ് ചെയ്യുന്ന കാണാം. ഇത് ന്യായീകരണമായിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ന്യായീകരിക്കുന്നതിന് ഉറപ്പാണ്. കാരണം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലൂടെ സഹാബി വനിതകൾ ഭർത്താക്കന്മാരൊപ്പം പോയിട്ടുണ്ടെങ്കിൽ വ്യഭിചരിക്കാൻ വേണ്ടി പിടിച്ചു വെക്കും. എന്നിട്ട് ഭർത്താവ് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ട് വിട്ടുതരാമെന്ന് ഉളുപ്പില്ലാതെ പ്രസംഗിച്ചവനാണ് ഇജ്ജ്. അതാ ഞാൻ എന്നോട് പറയാനുള്ള ശരിയായ ജന്മമല്ല എനിക്കുള്ളത്, എനിക്ക് ജന്മദോഷമാണെന്ന് പലവട്ടം പല വീഡിയോയിൽ ഞാൻ പറയേണ്ടായ കാരണം അതാ. എന്ത് പറയണമെന്നുള്ള യാതൊരു ഉളുപ്പുമില്ല കേട്ടോ. അതാണ് എൻ്റെ കുഴപ്പം. ഇനി ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. എന്ത് മഹാന്മാരാകുന്ന മശായിഖന്മാരുടെ കാലിലും ചുംബിക്കാമെന്ന് കിതാബിലുണ്ടല്ലോ. ആ ചുംബിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്യമായിട്ട് നടു റോഡിൽ നിന്നല്ലേ പറഞ്ഞത്. അവർ പ്രൈവറ്റായിരിക്കുന്ന നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് അവർ പ്രൈവറ്റ് റൂമിലുണ്ടാകുമ്പോൾ അവരെ കയ്യോ കാലോ ചുംബിക്കണമെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അതുപോലെയല്ല പരസ്യമായിട്ട് വരുന്നത്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും രണ്ടാണ്. ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ കിതാബിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തും ന്യായീകരിക്കാൻ നിൽക്കുകയും കിതാബേറ്റ് വേണ്ട എന്നും ഞങ്ങൾ സ്വതന്ത്രമായി നടക്കുന്ന പിന്നെ സ്വതന്ത്ര കുഞ്ഞാടാന്ന് അപ്പോൾ നൗഷാദിൻ്റെ വിശദീകരണമുള്ളത്. ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇവനെ സംബന്ധിച്ച് ഇത്തരം ആളുകളുടെ ഇപ്പം എന്താ പറയുന്നത്, ഷെയ്ത്താൻ നല്ലോണമാണ്, ഷെയ്ത്താൻ സ്വർഗത്തിലാവുന്നു. ഏതൊരു മൊയന്തിൻ്റെ പാട്ടിനെ ന്യായീകരിച്ചിട്ടാണ് ഈ കണ്ട കട്ടക്കാലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കട്ടക്കാലത്തിട്ട് ഇപ്പോൾ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് കുരുവട്ടൂർ KC അബ്ദുള്ളയുടെ ഷെയ്ത്താനാണെന്ന് വരെ എത്തിച്ചു. ഇപ്പം നമ്മൾ ബഹുമാനപ്പെട്ട ആരിസ് മദനി അവൻ്റെ മയ്യത്ത് കബറടക്കിയെന്ന് മാത്രമല്ല ഇപ്പം നനിമി ഞാൻ നേരിട്ട് കണ്ണൂക്ക് അയച്ചുകൊണ്ടിരിക്കുക. ഷെയ്ത്താനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ. ഔലിയാക്കളെ ന്യായീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏത് ഔലിയാക്കളോട് ന്യായീകരിക്കുന്നത്? ഏത് ഔലിയാക്കൾക്കെതിരെ സുന്നികൾ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കള്ളക്കറാമത്തുകൾക്കെതിരെ പറഞ്ഞത്. അത് മനസ്സിലാക്കണം. മുസൈലിമ നബിയല്ല എന്ന് പറഞ്ഞാൽ ഈസാ നബി നബിയല്ല എന്ന് അതിൽ അർത്ഥമല്ല. മനസ്സിലാവുണ്ടോ? മിർസ അഹമ്മദ് ഖാദിയാനിയെ സംബന്ധിച്ച് നബിയല്ല എന്ന് പറയുമ്പോൾ ഈസാ നബി മൂസാ നബിയും നബിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാടി വരണ്ട. പറഞ്ഞേ മനസ്സിലാക്കണം. മഹാനായ ഖുത്ബുൽ CM വലിയുല്ലാഹി ആ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ച ഞങ്ങളെ ഉസ്താദുമാരിൽ നിന്നാണ്. ഇന്നും ഞങ്ങൾ ആ ബഹുമാനപ്പെട്ടവരെ പേരിൽ ഫാത്തി വിളിക്കുകയും സിയാർത്ത് ചെയ്യുകയും എല്ലാ നിലക്കുള്ള ബഹുമാനങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ എൻ്റെ മാതിരി ലുട്ടാപ്പി കഥകൾ ഞങ്ങൾ ഉണ്ടാക്കി പറയാറില്ല. ഞങ്ങളെ ഉസ്താദുമാരിൽ നിന്ന് കേട്ട ശരിയായ കറാമത്തുകൾ ഞങ്ങൾ പറയും. അല്ലാതെ എനിക്ക് തോന്നിയതുപോലെ തോന്നിയ രൂപത്തിലാണ് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖോർ എങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ആ പരിപാടി നിർത്തിവെക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. കറാമത്ത് പറയരുത് എന്നല്ല. മഹാന്മാരാകുന്ന ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും കറാമത്ത് മുജിദത്തുണ്ടാവും. അത് മരണശേഷം ഉണ്ടാവും. അവരെ കറാമത്ത് മുറിയില്ല. ആർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്? അതേ സമയത്ത് നിരന്തരം കറാമത്തിൻ്റെ ഫാക്ടറി ആകരുത് എന്ന് പറഞ്ഞതാണോ എൻ്റെ കുഴപ്പം? തൊള്ളി തോന്നിയതൊക്കെ വിളിച്ച് പറയല്ലേ? അതാണ് എൻ്റെ കുഴപ്പം. ഇപ്പോൾ ഈ വിഷയത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ പൊതുജന സമൂഹം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇത്തരം ഷെയ്ത്താന്മാരുടെ ഷെറിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവസാന കാലഘട്ടത്തിൽ ഈ ജാതി ഷെയ്ത്താനായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക, മുസീബത്തുണ്ടാക്കുക. കാരണം ഈ ഷെയ്ത്താനെ കണ്ടാൽ പെട്ടെന്നറിയില്ല. ഒരു വഹാബിനെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിയും. കാരണം അത് ഇടിവെട്ടിയ തെങ്ങ് മാതിരി തല പോയി ഇങ്ങനെ നിൽക്കണാകുമ്പോൾ വഹാബിയെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് കെട്ടിന് മേലെ കെട്ടും പച്ചൊല്ലിട്ട് വരുമ്പോൾ ഇത് ഷെയ്ത്താനാണോ മൂല്യരാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ എൻ്റെ പിന്നാലെ പോകും. അപ്പോൾ അക്ബർ ദജ്ജാൽ കഴിഞ്ഞാൽ അടുത്ത ദജ്ജാലിന് ഔഷാദും കൂട്ടലുമാണ്. യാതൊരു സംശയവുമില്ല.